മലയാളിയുടെ കണ്ണീർ നനവുള്ള ഓർമ്മയാണ് ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കാണാതായിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. ദിവസങ്ങളോളം തിരച്ചിൽ നടത്തിയിട്ടും അർജുനെ കണ്ടെത്താനായില്ല. ഏറ്റവും ഒടുവിൽ നടത്തിയ തിരച്ചിലിൽ ലോറിയുടെ ഭാഗവും ലോറിയിൽ ഉണ്ടായിരുന്ന കയറും കണ്ടെത്തിയിരുന്നു. പ്രതികൂല കാലാവസ്ഥയും പുഴയിൽ ആഴത്തിൽ മണ്ണ് കൂനയായി കിടക്കുന്നതും തിരച്ചിലിന് തടസ്സമായി. ഇപ്പോഴിതാ തിരച്ചിൽ പുനരാരംഭിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ബുധനാഴ്ച ഡ്രഡ്ജർ എത്തിച്ച ശേഷം വ്യാഴാഴ്ചയാകും തിരച്ചിൽ പുനരാരംഭിക്കുക. ഗോവയിൽ നിന്നാണ് ഡ്രഡ്ജർ എത്തിക്കുന്നത്. ഇതിനായി സ്വകാര്യ ഷിപ്പിംഗ് കമ്പനിക്ക് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാർവാർ ആസ്ഥാനമായുള്ള സ്വകാര്യ ഷിപ്പിംഗ് കമ്പനിയാണ് ഡ്രഡ്ജിംഗ് നടത്തുക. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഓഗസ്റ്റ് 16-നാണ് അർജുനായുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചത്. തുടർന്ന് അർജുൻ്റെ മാതാപിതാക്കൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ നേരിട്ട് കണ്ട് തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പുതിയ തീരുമാനം. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാതെ തിരച്ചിൽ സാധ്യമാകില്ലെന്നായിരുന്നു തിരച്ചിൽ സംഘത്തിൻ്റെ വിലയിരുത്തൽ. ഗംഗാവാലി പുഴയിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കുകയും കലങ്ങുകയും ചെയ്തതോടെ മുങ്ങിയുള്ള പരിശോധന ദുഷ്കരമാണ്. പുഴയിൽ മണ്ണും കല്ലും അടിഞ്ഞുകൂടിയതിനാൽ ഡ്രഡ്ജ് ചെയ്യാതെ തിരച്ചിൽ സാധ്യമാകില്ലെന്നാണ് വിലയിരുത്തൽ. ഇതോടെയാണ് ജില്ലാ ഭരണകൂടം ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുന്നതുവരെ തിരച്ചിൽ നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. ജൂലൈ 16-നാണ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിലിൽപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ദുരന്തത്തിൽപ്പെട്ട 11 പേരുടെ മൃതശരീരം കണ്ടെത്തിയിരുന്നു. ശിരൂരിൽ നിലവിൽ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. മഴ കുറഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയാണിപ്പോൾ. ഗംഗാവാലി പുഴയിലെ ജലനിരപ്പും ഒപ്പം നീരൊഴുക്കിൻ്റെ തോതും കുറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് തിരച്ചിൽ വ്യാഴാഴ്ച പുനരാരംഭിക്കാൻ തീരുമാനിച്ചത്. ബുധനാഴ്ച ഗോവ പോർട്ടിൽ നിന്ന് ഡ്രഡ്ജർ ശിരൂരിലെത്തിക്കാൻ ഡ്രഡ്ജിംഗ് കമ്പനിക്ക് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ഡ്രഡ്ജർ ഉപയോഗിച്ച് 10 ദിവസം പരിശോധന നടത്താനാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം. നാവികസേന സോണാർ പരിശോധനയിലൂടെ ട്രക്കിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്ത് മണ്ണു നീക്കി പരിശോധിക്കും. കാലാവസ്ഥ കൂടി അനുകൂലമാകുന്നതോടെ തിരച്ചിലിൽ ട്രക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 16-നാണ് ശിരൂരിലെ തെരച്ചിൽ അവസാനിപ്പിച്ചത്. സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ ഡ്രഡ്ജർ എത്തിക്കുന്നത് വൈകിയതോടെ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ നേരിട്ട് കണ്ട് തെരച്ചിൽ എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന കുടുംബത്തിൻ്റെ ആവശ്യം അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അർജുൻ രക്ഷാസമിതിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് തെരച്ചിൽ പുനരാരംഭിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ജൂലൈ 16-നാണ് ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുൻ ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെട്ടത്. അർജുനൊപ്പം ലോറിയും കാണാതായി. അർജുനെ കാണാനില്ലെന്ന് കാണിച്ച് മാതാപിതാക്കൾ പരാതി നൽകിയെങ്കിലും തുടക്കത്തിൽ അലസ മനോഭാവമാണ് ജില്ലാ ഭരണകൂടം കാണിച്ചത്. സംഭവം വിവാദമാവുകയും കേരളത്തിൻ്റെ ഇടപെടലുണ്ടായതിനും പിന്നാലെ അർജുനായുള്ള തിരച്ചിൽ നടത്താൻ ജില്ലാ ഭരണകൂടം തയ്യാറായി. പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തായിരുന്നു ജില്ലാ ഭരണകൂടം തിരച്ചിൽ നടത്തിയത്. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ലോറി അകപ്പെട്ടതാകാമെന്നായിരുന്നു ആദ്യം വരുന്ന സംശയം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തി. എന്നാൽ ലോറി കണ്ടെത്താനായില്ല. തുടർന്നാണ് തിരച്ചിൽ ഗംഗാവാലി പുഴയിലേക്ക് മാറ്റിയത്.